നമസ്കാരം, കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. കല്ലട ബസ്സിൽ മർദ്ദനമേറ്റ യുവാക്കളുടെ ഞെട്ടിപ്പിക്കുന്ന മൊഴി പുറത്തു വന്നിരിക്കുന്നു. ബസ് ജീവനക്കാരുടെ മർദ്ദനമേറ്റ് പുളഞ്ഞപ്പോൾ വിളിച്ചത് പോലീസിനെ. എന്നാൽ വന്നത് 12ഓളം കല്ലട മുതലാളിയുടെ ഗുണ്ടകൾ. പോലീസിനെ വിളിച്ചപ്പോൾ എങ്ങനെ ഗുണ്ടകൾ വന്നു എന്നതാണ് ഉയരുന്ന ചോദ്യം. മർദ്ദനത്തിനിരയായ യുവാക്കളുടെ സഹായ അഭ്യർത്ഥന പോലീസ് അവഗണിച്ചതായി പരാതി. ഇവർ പോലീസ് സഹായം തേടി ഫോണിൽ വിളിച്ചപ്പോൾ പോലീസ് വാഹനം എത്തിയെങ്കിലും സഹായിക്കാൻ മുതിരാതെ സ്ഥലത്ത് തുടരാനും ഉടൻ വരാമെന്നും പറഞ്ഞ് വാഹനം വിട്ടുപോയതായി ആക്രമണത്തിനിരയായ വിദ്യാർത്ഥികൾ പറഞ്ഞു. പേടിച്ച് ATMൽ ഒളിച്ചെങ്കിലും പോലീസ് പോയ പുറകെ ഗുണ്ടകളെത്തി വീണ്ടും ആക്രമിക്കുകയായിരുന്നു. വിദ്യാർത്ഥികളുള്ള സ്ഥലം ആക്രമികൾക്ക് പോലീസ് പറഞ്ഞു കൊടുത്തതായി സംശയിക്കുന്നതായും വിദ്യാർത്ഥികൾ പറയുന്നു. അതായത് പോലീസ് വന്ന് വിദ്യാർത്ഥികൾ ഒളിച്ചിരിക്കുന്ന സ്ഥലം കല്ലടയുടെ ഗുണ്ടകൾക്ക് പറഞ്ഞു കൊടുത്തു. സഹായിച്ചില്ല എന്ന് മാത്രമല്ല, പോലീസ് കാണിച്ചത് അനീതിയും കൂടിയാണ്. രക്ഷിക്കാൻ ബാധ്യസ്ഥരായ പോലീസ് ഈ കാണിച്ചത് കൊടിയ ചതിയായിപ്പോയി. പോലീസ് വാഹനം കണ്ടപ്പോൾ ആശ്വാസവും രക്ഷയുമായിരുന്നു ഞങ്ങളുടെ മനസ്സിൽ. എന്നാൽ അതെല്ലാം പെട്ടെന്ന് മാഞ്ഞുപോയി. പോലീസ് വന്ന് മാറി നിൽക്കുകയോ മറ്റോ ചെയ്ത് ഗുണ്ടകൾക്ക് വഴിയൊരുക്കിയെന്നാണ് യുവാക്കളുടെ അഭിപ്രായം. ഇവർ ഇപ്പോൾ ഈറോഡ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. അക്രമികൾക്ക് പിന്നാലെ വീണ്ടും സ്ഥലത്തെത്തിയ പോലീസ് ഗുണ്ടകൾക്കൊപ്പം ചേർന്നാണ് സംസാരിച്ചത്. സഹായിക്കുകയോ പോലീസ് വാഹനത്തിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയോ ചെയ്യുന്നതിന് പകരം ഓട്ടോറിക്ഷയിൽ തൃപ്പൂണിത്തുറയിലേക്ക് പോകാനാണ് ആവശ്യപ്പെട്ടത്. പോലീസ് ഗുണ്ടകളെ സഹായിക്കുന്ന നിലപാടാണ് എടുത്തതെന്ന് കണ്ടതോടെ വീണ്ടും ആക്രമണം ഉണ്ടാകുമെന്ന ഭീതിയിൽ ഇടപ്പള്ളിയിലെത്തി അവിടെയുള്ള സുഹൃത്തിന്റെ സഹായത്തോടെ ഊബർ വിളിച്ച് ആലുവയ്ക്ക് പോയി. തുടർന്ന് ഈറോഡിലേക്ക് പോകുകയായിരുന്നു എന്നാണ് വിദ്യാർത്ഥികൾ പറഞ്ഞത്. ആക്രമിക്കാനെത്തിയ എല്ലാവരും മദ്യപിച്ചിട്ടുണ്ടായിരുന്നെന്നാണ് ആക്രമണത്തിനിരയായ വിദ്യാർത്ഥികൾ പറഞ്ഞത്. ഇതിനിടെ സുരേഷിന്റെ കല്ലട ട്രാവൽസിന്റെ വൈറ്റില ഓഫീസ് പോലീസ് അടച്ചുപൂട്ടി. തെളിവ് ശേഖരിക്കുന്നതിനിടെ അനധികൃതമായി പാർസൽ കടത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് നടപടി. മുഖം നോക്കാതെ നടപടിയെടുക്കുമെന്ന് ഗതാഗത കമ്മീഷൻ സുധീഷ് കുമാർ IPS വ്യക്തമാക്കി. വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കാൻ ഗതാഗത മന്ത്രി AK ശശീന്ദ്രൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഉടമ സുരേഷ് കല്ലടയെ വിളിച്ചു വരുത്താൻ DGP ലോക്നാഥ് ബെഹ്റ ദക്ഷിണ മേഖല ADGP മനോജ് എബ്രഹാമിന് നിർദ്ദേശം നൽകി. കല്ലട ട്രാവൽസ് കേന്ദ്രീകരിച്ച് അനധികൃതമായി പാഴ്സൽ നീക്കം ചെയ്യുന്നതായി ശ്രദ്ധയിൽപ്പെട്ടു. ഇതേ തുടർന്ന് മരട് പോലീസ് ഓഫീസ് അടച്ചുപൂട്ടാൻ നിർദ്ദേശം നൽകുകയായിരുന്നു. സംഭവവുമായി ബന്ധപ്പെട്ട ജയേഷ്, ജിതിൻ, ഗിരിലാൽ എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഉടമ സുരേഷ് കല്ലടയെ വിളിച്ചു വരുത്താനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വിഷയത്തിൽ ബസിന്റെ പെർമിറ്റ് റദ്ദാക്കാനുള്ള റിപ്പോർട്ട് കൊടുക്കുമെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ നേരത്തെ തന്നെ വ്യക്തമാക്കി. ഇപ്പോൾ ബസ് പോലീസ് കസ്റ്റഡിയിലാണ്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.